ഹായ് ഹലോ. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രഷ് പൈനാപ്പിൾ കേക്ക് ആയിട്ടാട്ടോ. 1 kg ആണ് വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രഷായിട്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പൈനാപ്പൊക്കെ. ഞാൻ ഇതിൽ വേറെ ക്രഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫ്രഷ് പൈനാപ്പിൾ നമ്മൾ വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്തത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ക്രഷാണ്. വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷായിട്ട് ഉണ്ടാക്കിയ ക്രഷാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇത് വേവിച്ചിട്ട് അതിൻ്റെ വെറ്റ് ചെയ്യാൻ അതിൻ്റെ വാട്ടർ എടുത്ത് മാറ്റി വെച്ചിട്ട് അത് മിക്സിയിലിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അടിച്ചിട്ട് അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ ക്രഷ് പോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ വെയിറ്റ് വന്നിട്ട് 1 kg ആയിരുന്നു. നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള സ്പഞ്ചാണ് കേട്ടോ ഇത്. നമുക്ക് വേണമെങ്കിൽ 4 ലെയറും 5 ലെയറൊക്കെ നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് എടുക്കാം. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ കൂടുതൽ ലെയർ വരുമ്പോൾ ഫില്ലിങ്സ് വരുന്ന സമയത്ത് വെയിറ്റ് കൂടുന്നത് കൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുറേ ഫോട്ടോസ് അയച്ച് കൊടുത്തതിൽ സെലക്ട് ചെയ്തൊരു ഫോട്ടോ ആയിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് അതേ ഇതിൽ തന്നെയുള്ള വേറെ ഒരു മോഡലാണ് കേട്ടോ ആൾ സെലക്ട് ചെയ്തിട്ട്. അപ്പം എന്നോട് പറഞ്ഞു അധികം വേറെ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട, ആളുടെ അച്ഛന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ നെയ്ബർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് അച്ചാന്ന് എഴുതിയാൽ മതി, കൂടെ ഇതുപോലെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഒരു ഫിനിഷ് ആവാത്തതുപോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഡൻ ബോൾസും കൂടി ഇട്ടിട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.